ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കാം. കറുത്ത തൊലിയൊക്കെ കറുത്ത് നല്ലതുപോലെ പഴുത്തു പോയ പഴമുണ്ടെങ്കിൽ നമുക്ക് കളയാതെ ഇതുപോലെ ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒട്ടും എണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാമേ. 2 പഴം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് ഒരു അരക്കപ്പിനടുത്ത്, അരക്കപ്പ് മൊത്തമായിട്ട് എടുത്തിട്ടില്ല, അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനാദ്യം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഏത്തപ്പഴം നല്ലതുപോലെ അരച്ചെടുക്കണേ. അങ്ങനെ ഒന്ന് അരച്ചെടുത്തത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് മൈദയാണ്, 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി, നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഒരു അരക്കപ്പോടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഏത്തപ്പഴം അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട് എനിക്ക് ഈ പൊടി തന്നെ അതിൽ നല്ലതുപോലെ അരച്ചെടുത്തപ്പോൾ നല്ലൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന പഴം നല്ലതുപോലെ പഴുത്തതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതിന് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി കിട്ടുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങ ചിരുകിയത് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ കറുത്ത എള്ളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ ഞങ്ങൾ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ, നമ്മൾ ഏലക്കയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ പഞ്ചസാരയും പഴമൊക്കെ അരച്ച സമയത്ത് ഒരു 4-5 ഏലക്ക അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്, അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം, മധുരത്തിന് ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റീൽ തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനടുത്ത് നെയ്യ് ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറോ അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കൂടെ കിട്ടും. അപ്പോൾ നെയ്യാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് വരും. ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ മാവും കൂടെ ഒഴിച്ച് കൊടുത്ത് എല്ലാ സൈഡിലും നല്ലതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക, എയറൊക്കെ ഒന്ന് പോകാനായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഒരു ഇഡലിച്ചെമ്പ് അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് ഒരു ഇഡലിച്ചെമ്പിൻ്റെ പാത്രത്തിൻ്റെ ഒരു തട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള മിക്സിൻ്റെ പാത്രം കൂടെ വെച്ച് കൊടുക്കുക. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ഒട്ടും ടൂത്ത് പിക്കെല്ലാം പറ്റി പിടിക്കുന്നില്ലാണ്ട് നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടെല്ലാം ഒന്ന് പോയതിന് ശേഷം ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് ഇളക്കി മാറ്റാം. നല്ലൊരു 4 മണിക്കടി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, അധികം എണ്ണയിൽ വറക്കോ ഒന്നും ചെയ്യാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണിക്കടി റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരം എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്രമീകരിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.